നമസ്കാരം കുട്ടികളെ, കുൽമാൽ ഭാസ്കരനാണ്. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയപ്പോഴേ ഈ മീൻപിടുത്തം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കമ്പാണ്. കാരണം അപ്പോൾ എന്ന് വെച്ചാൽ കടുങ്ങല്ലൂർ വരെ എത്തിയാണ്. അപ്പോൾ ആദ്യം ഞങ്ങളിവിടെ ചെറിയൊരു തോടുണ്ട്, അവിടെ ഒന്ന് സാമ്പിൾ നോക്കുകയാണ്. പിന്നെ മീനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പിന്നെ കാട്ടി തരും കേട്ടോ. ഇപ്പോൾ ചൂണ്ടിടുകയാണ് സംഗതി. ഈ വലിയ തോട്ടേക്ക് പോകും. ഇതിപ്പോൾ ചെറിയൊരു കുഞ്ഞിത്തോടാണ്. പിന്നെ വെച്ചാൽ മീൻ കിട്ടിയാലും ഇല്ലെങ്കിലും ഇതൊക്കെ ഒരു ഹരാണ് സംഭവം. എന്നെ സംബന്ധിച്ചിടത്തോളം കേട്ടോ. ഇനി വെറുതെ മാനം കിട്ടുകയാണെങ്കിലും കുഴപ്പമില്ല, രസമല്ലേ. അപ്പം കുട്ടികളെ, നമ്മൾ മീൻ പിടുത്തത്തിന് എടുത്ത ഏര ഉണ്ടല്ലോ, അത് മണ്ണീർ തന്നെയാണ് മീൻ കൊടുക്കാനുള്ള തീറ്റ. അപ്പോൾ കുട്ടികളെ, ഞങ്ങൾ ഈ ചെറിയ തോട്ടിൽ നിന്ന് വലിയ തോട്ടിൽ ചൂണ്ടിലിടാൻ പോവാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ വരലിട്ട് നമ്മുടെ കുണ്ടപ്പാട് വീണല്ലോ. അസാധ്യം അപ്പോൾ വേഗം നീറ്റാളാ. പിന്നെന്താ വെച്ചാൽ അപ്പോൾ ചിരി നിൽക്കല്ലോ, അറിയാതെ വീണു പോയതാ. ക്യാമറമാൻ ബാക്കോട്ട് വീണായിരിക്കും, മോനും ബാക്കോട്ട് പോയതാ. സാധ്യം. അപ്പം എന്താ വെച്ചാൽ അപ്പം ചെറിയ തോട്ടിൽ നിന്ന് ഞങ്ങൾ വലിയ തോട്ടിൽ ചൂണ്ടിലിടാൻ പോവാണ്. ഇത് പറഞ്ഞാൽ വലിയ ഐറ്റംസ് ചൂണ്ടലൊന്നുമില്ല. കാരണം ഇതാ ഒരു എണ്ണപാത്രത്തിന്മേൽ ഒരു ചൂണ്ടൽ ചുറ്റിയാണ്ട് ചെറിയ ചെറിയ പരിപാടിയാണ്. വലിയ സ്റ്റിക്കുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്കല്ല, നമ്മൾ ലോക്കൽ ചെറിയ മീനെ പിടിക്കുക, ചെറിയ ആസ്വാദനം, അത്രേ ഉള്ളൂ. കാരണം വെച്ചാൽ ഈ ചൂണ്ടിടുന്ന പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കമ്പാണ്. അപ്പം ഈ ഒരു ചൂണ്ടപ്പിൽ കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ലാസ്റ്റിങ്ങൊക്കെ കാട്ടി തരാം. ഈ ഐറ്റംസ് പിടിക്കാൻ പോകണുള്ളൂ. ഇതിപ്പോൾ ഞാനും നിങ്ങളും പറഞ്ഞ ചെറിയ തോടൊന്നുമില്ല. കടുങ്ങല്ലൂർ തോട് തന്നെ അത്യാവശ്യം വലിയ തോട് തന്നെയാണ്. അപ്പോൾ ഇത് കടുങ്ങല്ലൂർ ഏരിയയിലല്ല, കുറച്ചുകൂടി മേലേക്ക് പോകുന്നൊരു ചെറുപ്പാലം എന്ന് പറഞ്ഞ സംഗതിയാണ്. അപ്പോൾ ഈ തോട് നമ്മൾ പാലവും എന്ന് പറഞ്ഞ പാട്ടുണ്ടല്ലോ, അന്നമായിട്ട് ഒരു ചരിത്രം ഈ തോടിനുണ്ട്. ഇവിടെ അല്ല, വാച്ചാലക്കൽ എന്ന് പറയും. അങ്ങനെ എന്താ ആളെ കിട്ടിയിട്ട് ചിറ കിട്ടണം, അങ്ങനെ ചരിത്രമൊക്കെ ഉണ്ട്. കൂടുതൽ എനിക്ക് പറയാൻ അറിയില്ല കുട്ടികൾ, അതുകൊണ്ടാണ്. ഈ സൈഡിൽ നല്ല കൊത്ത, ഞാൻ വിചാരിച്ച അടിച്ചിരുന്നു. നല്ല വലിയുണ്ട് ആ കയറണ്ട. നോക്കുമ്പോൾ തെർമോകോള്, വല്ലാത്തൊരു കോള്. വേറെ ആരും കാണാൻ നന്നായി. നമ്മൾ വിട്ടില്ല, വീണ്ടും തുടങ്ങിയിട്ടില്ല. അപ്പോഴാണ് കുട്ടികളെ വേറൊരു മുതലടിച്ചത്. അങ്ങനെ ഏട്ടൻ്റെ മോൻ സഞ്ജു ഉണ്ടായിട്ടോ, ഓനാണ് ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണത്. അങ്ങനെ ഏതായാലും കുറേ നേരം അവിടെ തന്നെ മുട്ടായിട്ട് നിന്ന്. പിന്നെ കൊത്തുണൊക്കെ ഉണ്ട്, പക്ഷേ ചെറിയ ചെറിയ കുഞ്ഞു പരലുകളൊക്കെ പിന്നെ പോരുന്നത്. അപ്പോൾ പിന്നെ കൂടുതൽ വല്ലതും നിന്നില്ല. പിന്നെ അപ്പുറത്തൊക്കെ വേറെ ചൂണ്ടക്കാരുണ്ട്. അപ്പം ഞങ്ങൾ മെല്ലെ നൈസായി മിന്നാന്ന് കരുതി. അപ്പം കുട്ടികളെ, ഞങ്ങൾ കട്ടയും പടമൊക്കെ മടക്കി കടുപ്പ നാട് പിടിക്കുകയാണ്. ഏകദേശം കുറച്ച് പരലും കാര്യങ്ങളൊക്കെ കിട്ടി. ഇനിയേ വെള്ളച്ചാട്ടം കണ്ടില്ല നിങ്ങൾ? എന്താ വെള്ളച്ചാട്ടം നോക്കി. അപ്പം ഇനി കടുപ്പ ഞങ്ങൾ നാട് പിടിക്കുകയാണ്. നടോ. അങ്ങനെ കിട്ടിയ മീനിന് സിന്താബാറും വിളിച്ച് ഞങ്ങൾ വല്ല നാട്ടിലേക്ക് വിട്ട്. ആല നിറച്ച് പൈക്കുണ്ട്, മൂക്കുമ്പോൾ വെക്കാൻ നെയ്യില്ല എന്ന് പറഞ്ഞേരേ മീൻ പിടിക്കാൻ പോന്നിട്ട് മീൻ വല്ലാതെ കിട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ കീശേരിന്ന് വീട്ടിലേക്ക് കുറച്ച് കറി വെക്കണമല്ലോ, അപ്പോൾ ആ മീനും വാങ്ങി പോന്ന്. പോത്തുപോലത്തെ ഒരു മത്സ്യം 1-2 മണിക്കൂർ മെനക്കെട്ടിട്ട് കിട്ടിയ മീനാ കുട്ടികൾ. അത് കണ്ടു നോക്കി. ഏതായാലും ഞാൻ തന്നെ ഇതിൻ്റെ ചെളുക്കൊക്കെ കളഞ്ഞ്, ചില സ്ഥലത്തൊക്കെ ചതമ്പൽ എന്നാ പറയല്. ഏതായാലും ആക്കെ ചുരണ്ടി അടുപ്പത്ത് വെക്കാനുള്ള പരിപാടിയാണ് കുട്ടികളെ. സംഗതി ഏതായാലും ഞാൻ തന്നെ റെഡിയാക്കി ഇമ്മട്ടാക്കി. കണ്ടങ്ങൾ ഞെരിഞ്ഞേരി ഇങ്ങനെ എന്താ സ്മെല്ല്, അടിപൊളി സംഗതി. ഏതായാലും ഇത് സാപ്പിടാനുള്ള പരിപാടി വെക്കഞ്ഞി. അപ്പോൾ കുട്ടികളെ, നമ്മൾ പിടിച്ചുകൊണ്ടുവന്ന സംഗതി ഉണ്ടല്ലേ, മീൻ കുതിരട്ടം വെപ്പറി. ഇത് ചെറുത്, അപ്പം വലിയ ഐറ്റംസ് ഒക്കെ വരും. അപ്പോൾ ഏതായാലും അതങ്ങനെ ഞെരിച്ച് വെച്ചിരുന്നതാ. ഇത് കപ്പയും കൂട്ടി അടിക്കണം. അപ്പോൾ മാഗിന്നാണ് തിരക്കിലാണ്. അപ്പോൾ അത് കപ്പയും കൂട്ടി അടിക്കാണ്. അപ്പം അടുത്ത വീഡിയോ ഒക്കെ വരും. ഇതിന് ടേസ്റ്റ് ഒന്നും അറിയാതെയോ. ആദ്യം ഒരു ടേസ്റ്റൊക്കെ ഒന്ന് എല്ലാം കുറച്ച് നുള്ളിയിട്ടിട്ടേ നടിച്ച് വെച്ചോ. എങ്ങനെയുണ്ട്? സൂപ്പർ. അപ്പോൾ ഒന്ന് കഴിച്ചിരിക്കാം. കണ്ടിട്ട് വലിയടാ, സൂപ്പറാണ്. പരൽമീൻ പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളവിടെയൊക്കെ തോടൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൊണ്ട് ഞങ്ങൾ കുൽമാലും കൂട്ടിന് വന്നിട്ട് ചൂണ്ടിട്ട് പിടിക്കും. ഓക്കെ, കപ്പയെ കൂട്ടി അടിച്ചാൽ വേറെ ടേസ്റ്റാണ്. നമ്മളിവിടെ കൂടാന്നൊക്കെ പറയാട്ടോ. അപ്പോൾ എല്ലാവർക്കും കൂടി മനസ്സിലാൻ വേണ്ടിയിട്ട് കപ്പ അടിച്ചതാണ്. അപ്പം അടുത്ത വീഡിയോയിൽ വരും. അപ്പോൾ ഇത് ടേസ്റ്റ് അടിച്ച് തീർക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്തോളൂ, കൂടെ കൂടിയോട് അടിച്ചു കൊടുക്കുമ്പോൾ.